ഇനി ഇവിടുന്ന് അങ്ങോട്ട് 2-3 ദിവസം ഭയങ്കര തിരക്കുള്ള ദിവസങ്ങളാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറച്ചിടത്ത് പോകാനുമുണ്ട്. നമ്മൾ തന്നെ പോയേ പറ്റുള്ളൂ, നമ്മൾ തന്നെ ചെയ്തേ പറ്റുള്ളൂ. വേറൊരാളില്ലാത്തത് കൊണ്ടും വേറൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടും നമ്മൾ തന്നെ പോകണം. പക്ഷേ ഈ ചൂടും കാര്യങ്ങളും ഓർക്കുമ്പോൾ എപ്പോഴത്തേയും പോകാനൊരു മൂഡും കാര്യങ്ങളും ഇല്ല. പക്ഷേ അതിങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഓവർ പണിയാണ്. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നും കുരങ്ങന്മാരുടെ ഒരു തേരോട്ടം ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ സകല മാവിലും കയറി കുലുക്കി കുലുക്കി ഓരോന്ന് വെറുതെ കടിച്ച് താഴെയിട്ടുണ്ട്. പോരാത്തതിന് പന്നികൾ താഴത്തു കൂടെ ഓടിയിട്ട് ചപ്പിളി പിളിപിളിയാക്കിയിട്ടുണ്ട്. പോകുമ്പോൾ ആ റോഡ് സൈഡിൽ നമ്മളെ ചാണകം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ തെന്നിത്തെറിച്ച് വീഴാൻ പോയത്. കാലം കൂടെ നേരെ അങ്ങോട്ട് പോയി. ഏതാണ്ട് ഉർവശി പറഞ്ഞ പോലെ എനിക്കൊന്ന് വഴുക്കാനും പാടില്ല വെച്ച് നന്നായിട്ട് വഴുക്കി തെറിച്ച് വീണ്. മൂടിടിച്ച് വീണിരുന്നുണ്ടെങ്കിൽ സത്യമായിട്ടും ഇനി എന്നെ വടിച്ചെടുക്കേണ്ടി വരും. അത്രയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് വണ്ടി വരുന്നില്ല കേട്ടോ. ഓരോ വീടിൻ്റെയും ഓരോ സൈഡിൽ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് വണ്ടി വരുന്നില്ല. ഈ ചൂടും പോരാത്തതിന് ഞങ്ങളുടെ ഇവിടുത്തെ റോഡ് കുറച്ച് ശോചനീയ അവസ്ഥയിലാണ്. റോഡ് പണിയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല രീതിയിലാണ് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പൊടിയും ചൂടും ഒക്കെ കൂടെ, പ്രത്യേകിച്ച് അലർജിയും മൈഗ്രെയിനും ഒക്കെ ഉള്ളവരുടെ അവസ്ഥ ഭയങ്കര പ്രശ്നമാണ്. പ്രത്യേകിച്ച് ചൂട് കൊള്ളാൻ പറ്റില്ല. രണ്ടാമത്തെ ഈ പൊടി തട്ടിക്കഴിഞ്ഞാൽ തുമ്മിയിട്ടും കണ്ണ് ചൊറിഞ്ഞിട്ടും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ മെയിൻ റോഡിലെത്തിയിട്ട് ഞാൻ അരമണിക്കൂറോളം ആ വെയിലത്ത് നിന്നിട്ടാണ് വണ്ടി കിട്ടിയത്. വണ്ടി കിട്ടി ഞാൻ പോകുന്നത് വില്ലേജ് ഓഫീസിലേക്കാണ്. ഇത് രാവിലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. പക്ഷേ പല തിരക്കുകൾ കാരണം കൊണ്ട് എനിക്ക് തലവേദന, തിരിച്ച് വന്നിട്ട് തലവേദനിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ. പിന്നെ വൈകുന്നേരം ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയപ്പോഴാണ് ഒന്ന് മാറിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ ലൈറ്റ് ആയത് കേട്ടോ. അങ്ങനെ വില്ലേജ് ഓഫീസിലെത്തി നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് അവിടെ 3/4 മണിക്കൂർ റോഡിൽ ഞാൻ അവിടെ നിന്ന് ഒരു ഇലയുടെ തണൽ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം കേട്ടോ. അവിടെ ഒന്നും മരങ്ങളില്ല. അല്ലെങ്കിൽ തെക്കും വടക്കോട്ടും ഒക്കെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വണ്ടികൾ അന്ന് ഒരു ഓട്ടോ പോലും കിട്ടിയില്ല കേട്ടോ. 3/4 മണിക്കൂർ ഞാൻ ആ നട്ടപ്പൊരു വെയിലത്ത് നിന്നിട്ട് എനിക്കൊരു ഓട്ടോ കിട്ടി. തിരിച്ച് വന്ന് ആകെ വേർത്തൊഴുകി. അപ്പം അമ്മ പറഞ്ഞു കുളിക്കണ്ട, ഇനി ഇപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ അലർജി കൂടും, തലവേദനയും കൂടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് കഴിഞ്ഞ് കുറച്ച് നല്ല വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം വന്ന് കിടന്നിട്ടോ. എന്നിട്ട് 5 മണിയായി ഞാൻ എഴുന്നേറ്റിട്ടും എൻ്റെ തലവേദനയ്ക്കൊരു ശമനമില്ല. ഇനി എന്തായി മാറും എന്നറിയില്ല. ഇനി പോയിട്ട് ട്രിപ്പ് ഇടേണ്ടി വരുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എന്തായാലും ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇഷ്ടമാണ് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ.